ഒരു വിഭാഗം ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസുകാർ മറന്നുപോകരുത് അവരുടെ ഭൂതകാല ചെയ്തികളും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഓണറേറിയവും. 11 വർഷം മുൻപ്, അതായത് 2014-ൽ കേരളത്തിലെ ആശാവർക്കർമാരാകെ സമരത്തിലായിരുന്നു. 10 ദിവസം സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ സമരം നടത്തി. അന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ, മുഖ്യമന്ത്രി സാക്ഷാൽ ഉമ്മൻചാണ്ടി. വെറും 1000 രൂപയായിരുന്നു അന്ന് ഓണറേറിയം. അതൊന്ന് കൂട്ടിക്കിട്ടാനായിരുന്നു സമരം. 10ാം നാൾ സമരം ഒത്തുതീർന്നു. പ്രതിമാസം 100 രൂപ വർധന. ആ വാക്കും പാലിച്ചില്ല. ഒടുവിൽ മന്ത്രിയുടെ വീട് വളയേണ്ടി വന്നു ആ 100 രൂപ കൂടുതൽ കിട്ടാൻ. അപ്പോഴും ആകെ 1100 രൂപ. ഇപ്പോഴോ ഓണറേറിയം മാത്രം 7000 രൂപ, ഇൻസെന്റീവ് 5000 രൂപ, മറ്റ് അലവൻസുകളും കൂട്ടിയാൽ ഏതാണ്ട് 13000 രൂപ വരെ സംസ്ഥാനത്തെ 27,000-ഓളം വരുന്ന ആശാവർക്കർമാർക്ക് ലഭിക്കുന്നു. ഇതിൽ കേന്ദ്രവിഹിതം എത്രയെന്നറിയണ്ടേ? വെറും 2000 രൂപ. ഓർക്കുക, ആശാവർക്കർമാർ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നാഷണൽ ഹെൽത്ത് മിഷൻ അഥവാ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. അതായത് സംസ്ഥാന പദ്ധതി പോലുമല്ല. ഇവർക്കുള്ള ആനുകൂല്യം നൽകേണ്ടത് കേന്ദ്രവിഹിതത്തിൽ നിന്നാണ്. എന്നാൽ കേന്ദ്രം നൽകുന്നതോ വെറും 2000 രൂപ മാത്രമാണ്. ഈ 2000 രൂപയ്ക്ക് പകരമാണ് സംസ്ഥാന സർക്കാർ 13000 രൂപ വരെ നൽകുന്നത്. ഒരു വിഭാഗം ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ട കോൺഗ്രസുകാർക്ക് ധൈര്യമുണ്ടോ കേന്ദ്രത്തിനെതിരെ വാ തുറക്കാൻ? അതുപോട്ടെ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക ഭരിക്കുന്നത് ഇവരാണല്ലോ. അവിടെ എത്രയാണ് ആശാവർക്കർമാർക്ക് ആകെ ലഭിക്കുന്നത്? വെറും 5000 രൂപ. സാക്ഷാൽ മോദിജിയുടെ ഗുജറാത്തിൽ അതിന്റെ പകുതി 2500 രൂപ. കോൺഗ്രസും BJPയും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശിൽ 4000, പശ്ചിമ ബംഗാളിൽ 6000, മഹാരാഷ്ട്രയിൽ 5000, രാജസ്ഥാനിൽ 1650 രൂപ നൽകുമ്പോൾ UPയിൽ വെറും 1500 രൂപ. അതായത് രാജ്യത്തെ ഏറ്റവും വലിയ തുക നൽകുന്നത് കേരളം. UPയിൽ ഇതിനേക്കാൾ 8 ഇരട്ടിയിലധികം, കർണാടകത്തേക്കാൾ ഇരട്ടിയിലുമധികം, ഗുജറാത്തിനേക്കാൾ 5 ഇരട്ടി. ഇതൊന്നും കാണാതെയാണ് ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിടുന്നത്. UP ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഓണറേറിയം പോലും 6 മാസം മുതൽ 1 വർഷം വരെ കുടിശ്ശികയാണ്. കേരളത്തിലോ കുടിശ്ശിക വെറും 3 മാസം. അതിൽ 2 മാസത്തെ തുക ഇതിനകം അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുടിശ്ശിക കേവലം 1 മാസത്തെ മാത്രം. ഇനി പറയൂ കോൺഗ്രസുകാരെ, ഈ സമരം എന്തിനു വേണ്ടി? പാവപ്പെട്ട ആശാവർക്കർമാരെ പറഞ്ഞു പറ്റിച്ച് സമരത്തിലേക്ക് തള്ളിവിട്ടതിൽ ലജ്ജ തോന്നുന്നില്ലേ?